ധന്വന്തരി മൂർത്തിയുടെ നാടായ നെല്ലുവായിൽ നിന്നും പ്രമേഹമെന്ന തീരാവ്യാധിക്ക് ഒരു ശാശ്വത പരിഹാരം. പ്രമേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായ് എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു. അവയവം മുറിച്ചു മാറ്റാതെ തന്നെ വിദഗ്ധ ചികിത്സ. 4 ദിവസം കൊണ്ട് ഷുഗർ നിയന്ത്രണ വിധേയമാക്കുന്നു. കൂടാതെ അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ മിനി ഓപ്പറേഷൻ തിയേറ്റർ, ലാബ്, ECG, ഫാർമസി എന്നീ സൗകര്യങ്ങളും മറ്റ് വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനങ്ങളും ലഭ്യമാണ്. എറൈസ് മെഡിക്കൽ സെന്റർ, ദേവകി കോംപ്ലക്സ്, നെല്ലുവായ്. ഫോൺ 8589939335. കെട്ടിടം പണി പൂർത്തിയായിട്ടും പ്രവർത്തനം ആരംഭിക്കാതെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ കരിയർ ഡെവലപ്മെന്റ് സെന്റർ. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച വാഴക്കോടുള്ള സ്ഥലത്ത് 2 നിലകളിലായിട്ടാണ് കരിയർ ഡെവലപ്മെന്റ് സെന്റർ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. കേരള തൊഴിൽ വകുപ്പിന്റെ കീഴിൽ 2021-22 വർഷത്തിലാണ് കേരളത്തിൽ തന്നെ 2 കരിയർ ഡെവലപ്മെന്റ് സെന്ററുകളിലൊന്ന് കെ രാധാകൃഷ്ണൻ MLA-യും മന്ത്രിയുമായിരിക്കുമ്പോൾ അനുവദിച്ചു കിട്ടിയത്. ഗ്രാമീണ മേഖലയിലെ അഭ്യസ്ത വിദ്യരായ തൊഴിൽ രഹിതർക്കായി 2016-17 സാമ്പത്തിക വർഷം മുതൽ നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പ് മുഖേന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്ന നൂതന പദ്ധതിയാണ് കരിയർ ഡെവലപ്മെന്റ് സെന്റർ. പണി പൂർത്തീകരിച്ച കെട്ടിടത്തിൽ കരിയർ ഡെവലപ്മെന്റ് സെന്റർ എത്രയും പെട്ടെന്ന് ആരംഭിക്കണമെന്നും മറ്റ് വിവിധ പദ്ധതികൾക്കായി നിർമ്മിച്ച കെട്ടിടങ്ങൾ നോക്കുകുത്തിയാകുന്നതുപോലെ കരിയർ സെന്ററിനെ മാറ്റരുതെന്നും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗം MP കുഞ്ഞിക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു. കേരള സംസ്ഥാന ഗവൺമെന്റിന്റെ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട നൈപുണ്യ കേന്ദ്രം ഞങ്ങൾ അറിഞ്ഞിടത്തോളം കേരളത്തിൽ 2 എണ്ണമാണെന്നും അതൊന്ന് തൃശ്ശൂർ ജില്ലയിലെ ചേലക്കരയിലേക്ക് അന്നത്തെ ബഹുമാനപ്പെട്ട മന്ത്രിയായിരുന്ന ശ്രീ രാധാകൃഷ്ണൻ്റെ നിയോജകമണ്ഡലത്തിലേക്ക് അനുവദിച്ചതായിട്ട് ഞങ്ങൾ അറിയിക്കുകയും പഞ്ചായത്ത് അടിയന്തരമായി ഒരു നല്ല ഒരു പ്രോജക്റ്റ് നൈപുണ്യ കേന്ദ്രം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ മാത്രമല്ല മുള്ളൂർക്കരക്ക് തന്നെ ഒരു വലിയ അസറ്റാവുന്ന രീതിയിൽ ആ സന്തോഷം ഞങ്ങളെല്ലാവരും ഐക്യകണ്ഠേന അംഗീകരിച്ച് അവിടെ പോയി സ്ഥലം കണ്ട് പഞ്ചായത്തിൻ്റേതായ വാഴക്കോടുള്ള സ്ഥലത്തിൽ നിന്ന് നൈപുണ്യ കേന്ദ്രം നിർമ്മിക്കുന്നതിന് ആവശ്യമായ സ്ഥലം അവർ പറഞ്ഞ സ്ഥലം നമ്മൾ കൊടുത്തു. അതിൻ്റെ പണികളൊക്കെ ദ്രുതഗതിയിൽ പണികൾ നടക്കുന്നുണ്ട്, പണികൾ പൂർത്തിയായതായി കാണുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ആ നൈപുണ്യ കേന്ദ്രത്തിൻ്റെ ആരംഭം നടത്താത്തതിൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയമുണ്ട്. എത്രയും പെട്ടെന്ന് അത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിലേക്ക് ആ ചെയ്ത ആവേശത്തോടു കൂടെ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ നൈപുണ്യ കേന്ദ്രത്തിൽ അതിന് ആരാണ് അതിൻ്റെ ഗുണഭോക്താക്കളായി വരുന്നത് അവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ എത്രയും പെട്ടെന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഇതുമാരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ കെട്ടിടത്തിന് ഇന്ന് നോക്കുകൂത്തിയായി കേരള കലാമണ്ഡലത്തിന് മുമ്പിൽ ഒരു വലിയ മനോഹരമായ കെട്ടിടം പണിത് വർഷങ്ങൾ 8-10 വർഷങ്ങളായി ഇപ്പോഴത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി കുറേ കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പോറ്റനാട് ഒരു ഒരു ടൈക്ക് ബ്രേക്ക് കെട്ടിടം ബലറാമുള്ളപ്പോൾ തുടങ്ങി ഞങ്ങളിപ്പോൾ കാണാം അതിൽ പിടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഇത് വളരെ മനോഹരമായി ഏറ്റവും നല്ല സ്ഥലത്ത് കണ്ണായ സ്ഥലത്ത് വാഴക്കോട് സ്റ്റേറ്റ് ഹൈവേയിൽ പഴയ റോട്ടിൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് അത് ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ അത് തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. എന്നാൽ പണി പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമാണ് ഒരുക്കാനുള്ളതെന്നും ഫർണിച്ചറുകളും മതിലും ഗേറ്റുമായി 50 ലക്ഷം രൂപയുടെ ഭരണാനുമതി ഉടൻ ലഭിക്കുന്ന മുറയ്ക്ക് സെന്റർ തുറന്ന് പ്രവർത്തനം ആരംഭിക്കുമെന്നും കെ രാധാകൃഷ്ണൻ MP-യുടെ ഓഫീസ് അറിയിച്ചു.